സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രധാന പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി NIA ഇന്റർപോളിൻ്റെ സഹായം തേടിയെന്ന വാർത്ത നമ്മളിൽ പലരും മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ വിശദമായി കാണാം. ഇനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ ഇന്റർപോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘടന എന്താണ്, എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. 500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ദിവസത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇന്റർപോൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കിൻ്റെ ഒരു ചെറിയ രൂപമാണെന്ന് പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ICPO എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഇന്റർപോൾ എന്ന വാക്കായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർപോൾ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസിന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സ്റ്റേറ്റിലെ പോലീസിനെ പോലെ ലോ ആൻഡ് ഓർഡറിൻ്റെ കൺട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. ശരിക്കും ഇന്റർനാഷണലി പല രാജ്യങ്ങളിലെ ഈ പറഞ്ഞിട്ടുള്ള പോലീസ് സംവിധാനങ്ങളെ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇന്റർപോളിൻ്റെ സേവനം എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഒരാൾ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം വേറൊരു രാജ്യത്തേക്ക് കടന്നു കളയുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ കടന്നു കളഞ്ഞ ഒരാളെ നമ്മൾ പിന്നീട് എന്താ പറയുക, നമുക്ക് ആ രാജ്യത്ത് പോയി ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ രാജ്യത്ത് നമ്മുടെ പോലീസിന് പോയി ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവിടുത്തെ പോലീസിനോട് നമുക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇന്റർപോൾ വഴി അവിടുത്തെ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ഈ പറഞ്ഞിട്ടുള്ള പ്രതിയെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇന്റർപോൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് നടക്കുന്നത് മുതലായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്റർപോളിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ അവരെ തന്നെ പറയുന്നത് ഒരു ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ് എന്നാണ്. ഏകദേശം 194ഓളം രാജ്യങ്ങൾ അവരുടെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1-2 രാജ്യങ്ങൾ മാത്രമാണ് ഇന്റർപോളിൻ്റെ മെമ്പേഴ്സ് അല്ലാത്തവരായിട്ടുള്ളത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇന്റർപോളിന് ഒരിക്കലും ഒരു അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ ഒരു അറസ്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരമാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഇന്റർപോളിലൂടെ നടക്കുന്നത്. ഇങ്ങനെ ഒരു അറസ്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങളുടെയും നിയമം പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രകാരമുള്ള എല്ലാ മനുഷ്യാവകാശവും അതേപോലെ തന്നെ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഇവരൊരു ക്രെഡിബിൾ ബോഡിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ക്രൈംസിനെതിരെയാണ് ഇന്റർപോൾ വർക്ക് ചെയ്യുന്നത്. ടെററിസം, സൈബർ ക്രൈം, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ക്രൈം. ഇതിന് പുറമെ ഈ പറയുന്നില്ല വൈറ്റ് കോളർ ക്രൈം, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ള പല ക്രൈമുകൾക്കുമെതിരെ, അതായത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസ്ഡ് ക്രൈംസിനും എതിരെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർപോളിൻ്റെ ഒരു ലക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇവർക്കൊരു മാസീവ് ഡേറ്റാബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ പറയുന്ന രീതിയിൽ ഒഫൻഡേഴ്സിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഡേറ്റാബേസ് ഇവർ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു വലിയ മാസീവായിട്ടുള്ള ഡേറ്റാബേസ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം $130 മില്യൺ അടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മെമ്പർ കൺട്രീസ് ഉണ്ടെന്ന്. ഈ മെമ്പർ കൺട്രീസ് എല്ലാമാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇനി ഇവരുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇന്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. അതുപോലെ തന്നെ 7-8 ചെറിയ ഓഫീസുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവർക്കുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഓരോ മെമ്പർ കൺട്രിയിലും ഇവർക്ക് നാഷണൽ കൺട്രോൾ ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനവും കൂടിയുണ്ട്. ശരിക്കും നാഷണൽ കൺട്രോൾ ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപോളിൻ്റെ കീഴിലുള്ള ഒരു സംഭവമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ രാജ്യത്തെയും ഒരു സ്പെസിഫൈഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്റർപോളിൻ്റെ ഒരു ബ്യൂറോ ആയി വർക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ NCB ആയിട്ട് അല്ലെങ്കിൽ നാഷണൽ കൺട്രോൾ ബ്യൂറോ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ CBI ആണ്. CBIയിൽ തന്നെ ഇന്റർപോൾ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനുണ്ട്. നമ്മുടെ ഈ CBIയെ അല്ലെങ്കിൽ CBI എന്ന് പറയുന്ന NCBയെ ഇന്റർപോൾ ഡൽഹി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്റർപോളിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റേഷനും ഇന്ത്യയിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്റർപോളിൻ്റെ ഫസ്റ്റ് കോൺടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ CBI ആണ്. അതുപോലെ തന്നെ ഇന്റർപോളുമായിട്ട് ബാക്കി എല്ലാവരും കണക്ട് ചെയ്യുന്നത് നമ്മുടെ CBI ത്രൂ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്റർപോളിന് ഒരു 24/7 കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. സ്വന്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇതിനെ I24/7 എന്നാണ് വിളിക്കപ്പെടുന്നത്. സോ ഈ ഒരു I24/7 ഇവരുടെ ഈ സെറ്റപ്പിലൂടെ ലോകത്ത് നടക്കുന്ന എല്ലാ തരം പോലീസിനെ അല്ലെങ്കിൽ എല്ലാ രാജ്യത്തെയും പോലീസിനെ പരസ്പരം വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ നമ്മുടെ ഇന്റർപോളിൻ്റെ ഏറ്റവും വലിയ ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്റർപോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനായിട്ട് മാറുന്നതും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ക്രൈമുകൾക്കുമെതിരെ രാജ്യങ്ങളെ എല്ലാം ഒത്തൊരുമിപ്പിച്ച് ഒരു ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇന്റർപോൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇന്റർപോൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെയാണ്. ഞാൻ പറഞ്ഞു ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്ത് പോയി ഡയറക്റ്റായിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിവിധ കളറുകളിലുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. ഈ നോട്ടീസ് അവരുടെ ഡേറ്റാബേസിലും അതുപോലെ തന്നെ എല്ലാ മെമ്പർ കൺട്രീസിലും സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഉപകാരങ്ങൾ ലഭിക്കുന്നുണ്ട്. 7-8 തരത്തിലുള്ള നോട്ടീസുകളാണ് നമുക്ക് ഇന്റർപോളിൻ്റെ നോട്ടീസസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് നോട്ടീസ് എന്ന് പറയുന്നത് റെഡ് നോട്ടീസ് എന്ന് പറയും.
റെഡ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഏതെങ്കിലും കുറ്റം ചെയ്തിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഒരാൾ കടന്നു കളഞ്ഞിട്ടുണ്ട്, ഇയാളൊരു ക്രിമിനലാണ്, ഇയാൾ അന്വേഷിക്കപ്പെടുന്ന ഒരു ക്രിമിനലാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ക്രിമിനലാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു നോട്ടീസാണ് റെഡ് നോട്ടീസ് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലുമൊക്കെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ ഈ റെഡ് നോട്ടീസ് അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്യും, ഈ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ബാക്കി പ്രൊസീഡിങ്സിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ് നോട്ടീസ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും 350ഓളം ആളുകൾ ഈ പറഞ്ഞുള്ള റെഡ് നോട്ടീസിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നീരവ് മോദി, മെഹുൽ, ചോസ്കി മുതലായ ആളുകളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള റെഡ് നോട്ടീസിലെ മെമ്പർമാരെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോട്ടീസ് എന്ന് പറയുന്നത് ബ്ലൂ നോട്ടീസാണ്. ബ്ലൂ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ അയാൾക്കെതിരെ അന്വേഷണമോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും അവരുടെ ലൊക്കേഷൻ മുതലായ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസാണ് ബ്ലൂ നോട്ടീസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പറഞ്ഞുള്ള ദുബായിലുള്ളൊരു പ്രതിക്കെതിരെ ബ്ലൂ നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് NIA ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അയാൾ ദുബായിലുള്ളത് കൊണ്ട് അയാളുടെ വെയർബോട്ട്സ്, ലൊക്കേഷൻ മുതലായ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്ലൂ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടീസ് എന്ന് പറയുന്നത് യെല്ലോ നോട്ടീസ് എന്ന് പറയുന്നതാണ്. യെല്ലോ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതായ ആളുകളെ പറ്റിയിട്ടുള്ള നോട്ടീസാണ് യെല്ലോ നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ നമ്മുടെ രാജ്യത്തു നിന്ന് അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസാണ് യെല്ലോ നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നോട്ടീസ് എന്ന് പറയുന്നത് ബ്ലാക്ക് നോട്ടീസാണ്. ബ്ലാക്ക് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് കിട്ടുമ്പോൾ ഇവരാരാണെന്ന് നമ്മുടെ നാട്ടിൽ തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി ഉണ്ട്, ഇത് ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ബ്ലാക്ക് നോട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ഗ്രീൻ നോട്ടീസാണ്. ഗ്രീൻ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവർ ഈ ഗ്രീൻ നോട്ടീസിൽ പറയും ഇങ്ങനെ ഒരാൾ പ്രശ്നമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ആവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് നേരത്തെ ഒരു വാണിംഗ് കൊടുക്കുന്നതിനെയാണ് ഗ്രീൻ നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി ഓറഞ്ച് നോട്ടീസ് എന്ന് പറയുന്നതാണ് അടുത്ത നോട്ടീസ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രീനിൻ്റെ കുറച്ചുകൂടെ ഒരു ലെവലിൽ മുകളിൽ നിൽക്കുന്നതാണ്. ഒരാളൊരു നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അയാളൊരു ത്രെറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്, ഏത് നിമിഷവും അയാൾ നിങ്ങളുടെ നാടിന് ഒരു ഭീഷണിയായി മാറാം എന്ന് പറയുന്ന രീതിയിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ഓറഞ്ച് നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു നോട്ടീസ് എന്ന് പറയുന്നത് പർപ്പിൾ നോട്ടീസാണ്. പർപ്പിൾ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ക്രൈം നടന്നു, വേറൊരു നാട്ടിൽ ഈ സെയിം രീതിയിലുള്ളൊരു ക്രൈമും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ക്രൈം നടന്നത്, ക്രൈം നടത്തിയ ആളുകൾ എങ്ങനെയുള്ളവരാണ്, അവർ ഈ ക്രൈമിന് ശേഷം എന്താണ് ചെയ്തത്, അങ്ങനെ മുതലായ ആ ക്രൈമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മോഡസ് ഓപ്പറാൻഡി പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസാണ് പർപ്പിൾ നോട്ടീസ് എന്ന് പറയുന്നത്. ഇനി UN സെക്യൂരിറ്റി കൗൺസിൽ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക നോട്ടീസുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസാണ്. ഇങ്ങനെ 7-8 തരം നോട്ടീസുകളിലൂടെയാണ് ഇന്റർപോളിൻ്റെ ഒരു പ്രധാന വർക്കിംഗ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നെ ഇന്റർപോൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നത് സ്റ്റോളൻ വർക്ക് ഓഫ് ആർട്സ്. ഇതൊരു പെയിൻറ്റിങ്, അതുപോലെയുള്ള കരകൗശല വസ്തുക്കൾ, ഇതുപോലെയുള്ള പുരാതന സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം സാധനങ്ങളെക്കുറിച്ചും സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്റർപോളിൻ്റെ സഹായം ആവശ്യപ്പെടാം എന്നുള്ളതാണ്. ഏകദേശം 50,000-ഓളം ഇതുപോലത്തെ സ്റ്റോളൻ സാധനങ്ങൾ ഇന്റർപോളിൻ്റെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ആ രീതിയിലും ഈ പറയുന്ന രീതിയിൽ ക്രൈമുകളെ സ്റ്റോപ്പ് ചെയ്യുന്നതിനും കണ്ടുപിടിക്കുന്നതിനും വേണ്ടി ഇന്റർപോൾ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്റർപോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് ചില രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ പല രാജ്യങ്ങളും പേരെടുത്ത് പറഞ്ഞ് തന്നെ നമുക്ക് കഥകൾ കേൾക്കാൻ പറ്റും. ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ ഇവിടുത്തെ സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കുന്നത് കൊണ്ടോ ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പുറത്തു പോകുന്ന ആളുകളെ ഈ പറയുന്ന രീതിയിൽ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി തേടി പിടിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർപോളിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിറ്റിസിസവും ഇന്റർപോളിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ റെഡ് നോട്ടീസ് പോലെയുള്ള നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തറോ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ അവരിത് ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും പുറത്തേക്ക് പോയിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് വിജയ് മല്യ എന്ന് പറയുന്നത്. ഇതുപോലെ വിജയ് മല്യക്കെതിരെയും ഒരു റെഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പറഞ്ഞുള്ള ഇന്റർപോളിനെ സഹായിച്ചിരുന്നുവെങ്കിലും ഒരു റെഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് ഭാഗത്തിനുള്ള തെളിവുകളോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും വിജയ് മല്യയുടെ കാര്യത്തിൽ ഇല്ല എന്ന് പിന്നീട് ഇന്റർപോൾ പറയുകയുണ്ടായി. സോ വിജയ് മല്യയുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത് മറ്റൊരു പ്രോസസ്സാണ് വിജയ് മല്യയുടെ കാര്യത്തിൽ നടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർപോളിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഇന്റർപോളിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.